താമരശ്ശേരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ മർദ്ദിച്ച വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരാതിയെ തുടർന്ന് 7 പേർക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഗുണ്ടകൾ വാഴുകയാണോ നമ്മുടെ കേരളത്തിൽ? ചേതനുണ്ട്. ചേതൻ, ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു, ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കുന്നു, വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു. എന്താണ് നടക്കുന്നത്? ഗുണ്ടാരാജാണോ? മനു, കഴിഞ്ഞ ദിവസം ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും ആദ്യം ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പ്രതികളുണ്ട്. 7 പേരെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ 7 പേരിൽ ഒരാൾ ഈ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി അതിക്രമിച്ച് കയറുകയും ആ വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് കയറുകയും ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ ഈ മുറി പൂട്ടുകയും നാട്ടുകാരെ വിളിച്ചിടുകയും പിന്നീട് താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ മുറിയിൽ പൂട്ടിയിട്ടതോടെ ഈ ചെറുപ്പക്കാരൻ ചെയ്തത് തൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സുഹൃത്തുക്കളായ മറ്റ് 6 പേരെ വിളിക്കുകയായിരുന്നു. താനിവിടെ ഇത്തരത്തിൽ ലോക്കായി, അതായത് പൂട്ടിയിട്ട നിലയിലാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി തന്നെ സഹായിക്കണം, രക്ഷപ്പെടുത്തണം എന്നാണ് യുവാവ് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഈ യുവാവിൻ്റെ സുഹൃത്തുക്കളായ 6 പേർ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും വീട്ടുകാരെ മർദ്ദിക്കുകയും ഈ വാതിൽ ചവിട്ടി പൊളിച്ച് ഈ ബലം പ്രയോഗിച്ച് ഈ യുവാവിനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവരുടെ 4 പേരുടെ അറസ്റ്റ് താമരശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ചെറുപ്പക്കാരൻ, ആദ്യം ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ചെറുപ്പക്കാരൻ്റെ പേര്, ഇയാൾ അടിവാരം വള്ളിയാട് സ്വദേശിയാണ്. 19കാരനായ മിഷ്ബാഹുല്ലാണ് ഇയാൾ അതിക്രമിച്ച് കയറിയത്. പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കളായ VK ഷിഹാസ്, അതുപോലെ അഷ്മിൽ അബൂബക്കർ, മുഹമ്മദ് ആഷിഖ്, കൂടാതെ മറ്റ് 3 പേരും കൂടി, കണ്ടാലറിയാവുന്ന മറ്റ് 3 പേര്, ഇവരെ താമരശ്ശേരി പോലീസ് തിരയുകയാണ്. ഈ 4 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ചെറുപ്പക്കാരനും ഈ യുവതിയും സുഹൃത്തുക്കളാണ്. ഈ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയപ്പെടലാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കയറുകയായിരുന്നു. പിന്നീട് ബഹളം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ഉണരുകയും പിന്നീടാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നത്. ഏതായാലും താമരശ്ശേരി പോലീസ് വീട് അതിക്രമിച്ച് കയറിയതിനും വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചതിനും മർദ്ദിച്ചതിനും ഈ പെൺകുട്ടിയുടെ റൂമിൽ, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ റൂമിൽ പ്രവേശിച്ചതിനുമൊക്കെ അടക്കമുള്ള പോസ്കോ കേസും ചുമത്തിയിട്ടുണ്ട്. പോസ്കോ കേസായതിനാൽ ഈ സ്ഥലം എവിടെയാണ്, ഈ സ്ഥലം, അതുപോലെ തന്നെ ഈ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാനുള്ള നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് താമരശ്ശേരി പോലീസ്. ശരി. ഏതായാലും നമുക്ക് നോക്കാം ചേതൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.